ഇപ്പോ കോൺഗ്രസിൽ ആർക്കും മുഖ്യമന്ത്രി ആകണ്ട എന്നായിരിക്കുകയാണ് സ്ഥിതി. അധികാരം ലഭിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. എന്നാലും കോൺഗ്രസിലെ ഒരേ ഒരു തർക്കം തന്നെ ഭരണം കിട്ടിയിട്ട് ആരാകും മുഖ്യമന്ത്രി എന്നുള്ളതിലായിരുന്നു. പദവി ഉറപ്പിക്കാൻ പുതിയ തന്ത്രവുമായാണ് സതീശനും സുധാകരനും രംഗത്ത് വന്നിരിക്കുന്നത്. നേതൃമാറ്റം ആവശ്യപ്പെട്ട് മറുഭാഗം രംഗത്തെത്തിയതോടെയാണ് ഈ പുതിയ നീക്കം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല എന്ന് നേതൃയോഗത്തിൽ VD സതീശൻ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പദവി വേണ്ട, അധികാരം പിടിച്ചാൽ മതി എന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നേക്കാൾ യോഗ്യത ഉള്ളവരുണ്ട് എന്ന് സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടല്ല പദവിയിൽ തുടരുന്നത് എന്ന് K സുധാകരന് വ്യക്തമാക്കി. അതേസമയം കൂട്ടായ നേതൃത്വത്തിനെ അധികാരം പിടിക്കാനാകുള്ളൂ എന്നാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അതിനിടെ നേതാക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന് രാഹുൽ ഗാന്ധിയും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. നായകൻ ആര് എന്നുള്ള ചർച്ച വേണ്ട എന്നും ഹൈക്കമാൻഡ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ സമ്പൂർണ്ണ ഐക്യത്തിന് നേതാക്കളോട് ഹൈക്കമാൻഡ് ആഹ്വാനം ചെയ്തതായി KC വേണുഗോപാൽ ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളിൽ വ്യത്യസ്ത പ്രസ്താവനകളും ചിന്താഗതികളും നടത്തുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുമെന്നും ശശി തരൂരിനെ മുന്നിൽ നിർത്തി KC വേണുഗോപാൽ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും പറഞ്ഞു തീർത്തതായി രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചു കേരളം പിടിച്ചെടുക്കാൻ ഒറ്റക്കെട്ടായി നീങ്ങുമെന്നായിരുന്നു K സുധാകരന്റെ പ്രതികരണം. അതേസമയം ഹൈക്കമാൻഡ് തീരുമാനത്തിലെ അതൃപ്തി പ്രതിപക്ഷ നേതാവ് VD സതീശന് വ്യക്തമായ കാര്യം തന്നെയാണ്. മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഒരു പ്രതികരണവും നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ലായിരുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിലെ നേതാക്കളുമായി ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത്. K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പാർട്ടിയുടെ ദേശീയ ലൈനും നയവും മനസ്സിലാക്കി വേണം പരസ്യ പ്രസ്താവനകൾ നടത്താനെന്നും എത്ര വലിയ നേതാവായാലും ലക്ഷ്മണ രേഖ മറികടക്കരുത് എന്നും കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം കേരള ഘടകത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടത് നല്ലൊരു ജയമാണ്, ജനവും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് മനസ്സിൽ വെച്ച് വേണം ഓരോ നേതാവിന്റെയും പെരുമാറ്റവും പ്രസ്താവനകളും. ഖാർഗെയും രാഹുൽ ഗാന്ധിയും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശശി തരൂർ സമീപകാലത്ത് നടത്തിയ ചില പരാമർശങ്ങളെ പറ്റി കേരള നേതാക്കൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും തരൂരിന്റെ ഊഴം വന്നപ്പോൾ ഇതേക്കുറിച്ച് അദ്ദേഹം ഒന്നും പരാമർശിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് ജയത്തിനായി നടത്തേണ്ട ഒരുക്കത്തെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം കേരളത്തിൽ നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം പോലുള്ളവ ഏറ്റെടുക്കാൻ പാർട്ടിക്ക് കഴിയണമെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. ഐക്യമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള താക്കീത് സ്വരത്തിലായിരുന്നു അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിക്കുകയായിരുന്നു. സ്ത്രീകൾക്കുള്ള പ്രത്യേക പ്രകടന പത്രിക, ഗ്യാരണ്ടി കാർഡ് എന്നിവ തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കണമെന്നും പ്രിയങ്ക നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. 3.5 മണിക്കൂർ നീണ്ട യോഗത്തിൽ ഓരോ നേതാക്കൾക്കും 3 മിനിറ്റ് വീതമാണ് സംസാരിക്കാൻ അനുവദിച്ചത്. ആമുഖമായി സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സംസാരിച്ചു. നേതൃത്വം ആഗ്രഹിക്കാത്ത വിഷയങ്ങളിലേക്ക് ചർച്ച പോകേണ്ടതില്ല എന്നുള്ള സൂചനയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെ. ഐക്യ സന്ദർശനം നൽകിയിരിക്കെ KPCC അധ്യക്ഷനെ മാറ്റുന്ന വിഷയം കൂടുതൽ പ്രശ്നങ്ങൾക്ക് ഇട നൽകുമെന്ന ആശങ്കയുള്ളത് കൊണ്ടാണ് തൽക്കാലം ചർച്ച ചെയ്യാതിരുന്നത് എന്നാണ് സൂചനകൾ.